Hi guys, welcome back to my YouTube channel. So my name is Elsa and I am a CBSE 10th grader. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എൻ്റെ മാത്സ് പ്ലാൻസ് ആൻഡ് സ്ട്രാറ്റജീസിനെ പറ്റിയിട്ടാണ്. സോ എൻ്റെ സ്ട്രാറ്റജി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ആക്ച്വലി. കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ നമ്മുടെ മാത്സ് എക്സാം അത്യാവശ്യം ഗ്യാപ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നമുക്കുള്ളത്. മാർച്ച് 10th നമുക്കുള്ളത്. ആൻഡ് നമുക്കിനി അത്യാവശ്യം ടൈം ഉണ്ട്, പക്ഷേ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണത്തില്ല ടൈം. സോ അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ തൊട്ട് പഠിക്കാൻ തുടങ്ങുക. ആൻഡ് മാത്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രാക്ടീസിൻ്റെ ആവശ്യം കൂടുതലാണ്. ആൻഡ് നമുക്ക് 2 ദിവസം മുമ്പ് 1 ദിവസം മുമ്പ് സോഷ്യലിൻ്റെയോ ഇംഗ്ലീഷിൻ്റെ ആണെങ്കിൽ പഠിക്കാൻ പറ്റത്തില്ല. നമുക്ക് കുറച്ച് പ്രാക്ടീസൊക്കെ വേണം. ആൻഡ് ഇന്നീ പഠിച്ചാലും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സോ എല്ലാവരും പഠിക്കുക. ആൻഡ് NCERT നല്ലതായിട്ട് പഠിക്കുക. അപ്പോൾ ഞാൻ ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ പ്ലാൻസാണ്. ആക്ച്വലി ഞാൻ വിചാരിക്കുന്ന കണക്ക് ഞാനാണെങ്കിൽ മൊത്തത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യും. സോ ഞാൻ എൻ്റെ പ്ലാൻസൊക്കെ എന്തെന്ന് വെച്ചാൽ, എൻ്റെ പ്ലാൻസ് എന്താണെന്ന് വെച്ചാൽ മാർച്ച് 1 തൊട്ട് മാർച്ച് 6 വരെ എനിക്ക് ചാപ്റ്റേഴ്സ് പഠിക്കാം. ആൻഡ് ഒരു ദിവസം ഞാൻ 2.5 ചാപ്റ്റർ പഠിക്കും. എന്ന് വെച്ചാൽ ഒരു ചാപ്റ്റർ ഇപ്പം ഒരു എക്സാമ്പിളിന് സ്റ്റാറ്റിസ്റ്റിക് മാത്തമാറ്റിക് പ്രോഗ്രഷൻ, അതിൻ്റെ കൂട്ടത്തിൽ റിയൽ നമ്പേഴ്സിൻ്റെ പകുതി. ആൻഡ് നാളെ വീണ്ടും വേറെ ചാപ്റ്റർ പഠിച്ചിട്ട് ആ റിയൽ നമ്പേഴ്സിൻ്റെ ബാക്കി പകുതി. അങ്ങനെ 2.5 ചാപ്റ്റേഴ്സ് എവറി ഡേ ഞാൻ പഠിക്കാൻ ശ്രമിക്കും. ആൻഡ് ഐ ഡോണ്ട് നോ ഐ വിൽ ബി കംപ്ലീറ്റ് കുഴപ്പമില്ല. അതായത് ചാപ്റ്റേഴ്സ് ഞാൻ എങ്ങനെയാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് NCERTൻ്റെ എക്സസൈസ് സോൾവ് ചെയ്യും. അതായത് NCERTൻ്റെ എക്സാമ്പിൾസ് ചെയ്യണം. എന്തായാലും അത് ഇമ്പോർട്ടൻ്റ് ആണ് ഗൈസ്. NCERT എക്സാമ്പിൾസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ PYQs ചെയ്യാൻ ശ്രമിക്കും. ആൻഡ് ഐ ഡോണ്ട് നോ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, സമയമുണ്ടോ എന്ന് എനിക്കറിയില്ല. ആൻഡ് പിന്നെ എൻ്റെ കയ്യിൽ NCERTൻ്റെ എക്സാമ്പിളർ ബുക്ക് ഉണ്ട്. ബിക്കോസ് നമുക്ക് സ്റ്റാൻഡേർഡും ബേസിക് ഉണ്ടല്ല, ബേസിക്കാർക്ക് NCERT മാത്രം ചെയ്താൽ മതി എന്നാണ് തോന്നുന്നത്. ആൻഡ് സ്റ്റാൻഡേർഡുകാർക്ക് കുറച്ചുകൂടെ ഗൈഡ് ബുക്സും ചെയ്യണമെങ്കിൽ ചെയ്യാം. ആൻഡ് ഇനി നമുക്ക് അഡീഷണലും അരസകളും ചെയ്യാൻ സമയമില്ല. ആൻഡ് അതുകൊണ്ടാണ് ഞാൻ വെച്ചാൽ NCERTൻ്റെ എക്സാമ്പിളിൽ ചില ക്വസ്റ്റ്യൻസ് ചെയ്യാം. എനിക്ക് മൊത്തത്തിൽ കംപ്ലീറ്റ് ആയി എന്തായാലും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 7th, 8th, 9th സാമ്പിൾ പേപ്പറും PYQസും ചെയ്യാൻ ശ്രമിക്കും. ആൻഡ് ഐ തിങ്ക് ഐ ക്യാൻ. അപ്പം ആ ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സെറ്റ് ആവുമല്ലോ. ഇപ്പോഴേ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ആൻഡ് ആ ഒരു സമയത്ത് പഠിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എനിക്കറിയില്ല, ആക്ച്വലി നിങ്ങൾ ഇപ്പോഴേ പഠിക്കാൻ തുടങ്ങുക, അതാണ് ഞാൻ പറയുന്നത്. ആൻഡ് നമ്മുടെ പ്രശാന്ത് സാറ് ഫോർമുല സാറിൻ്റെ പുതിയ വീഡിയോസ് നിങ്ങൾ കാണുവാണെങ്കിൽ അതിൻ്റെ അകത്ത് സാറ് കുറേ PDFs പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആൻഡ് ഫോർമുല ഷീറ്റൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ സാധ്യതയുണ്ട്. ആക്ച്വലി അതെനിക്ക് യൂസ്ഫുൾ ആയതാണ്. ആൻഡ് എവറി എക്സാമിൽ ഓരോ സബ്ജക്റ്റും സാർ അങ്ങനെ കൊടുക്കാറുണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് യൂസ്ഫുൾ ആയതുകൊണ്ടാണ് അതൊക്കെ ഒന്ന് പോയി നോക്കുക. ആൻഡ് ആഫ്റ്റർ നമ്മുടെ ഷോബിത് ഭായിൻ്റെ മാരത്തോൺസ് ഉണ്ട്, നല്ല മാരത്തോൺസാണ്. ആൻഡ് PYQs ഒക്കെ അവർ തരും തോന്നുന്നു. ആൻഡ് ഞാൻ ഐ തിങ്ക് 28th തൊട്ടിട്ട് സാറിൻ്റെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളെല്ലാവരും ഹാർഡ് ചാപ്റ്റേഴ്സാണ് ഞാൻ മോസ്റ്റ്ലി കാണാമെന്ന് വിചാരിക്കുന്നത്. എനിക്ക് ഹാർഡായിട്ടുള്ള തോന്നി. ഈസി ചാപ്റ്റേഴ്സ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാമല്ലോ. ആൻഡ് ഹാർഡ് ചാപ്റ്റേഴ്സ് ഞാൻ സാറിന് എന്തായാലും കേൾക്കും. അത് കഴിഞ്ഞിട്ട് അത്രയേ ഉള്ളൂ എൻ്റെ പ്ലാൻസ് ആൻഡ് സ്ട്രാറ്റജീസ്. ഇതൊക്കെയാണ്. ഞാൻ ഷോബിത് ഭായിനെയാണ് ഫോളോ ചെയ്യുന്നത്. ആൻഡ് എൻ്റെ സെൽഫ് സ്റ്റഡി ഉണ്ട്. സോ പിന്നെ ഞാൻ വേറെ ഏതെങ്കിലും ഒരു ദിവസം സ്റ്റഡി വ്ലോഗ്സ് മാത്സിൻ്റെ ഇടാൻ ശ്രമിക്കാം. ആൻഡ് അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ സ്റ്റാൻഡേർഡ് ആയാലും ബേസിക് ആയാലും NCERTൻ്റെ എക്സസൈസോ എക്സാംസോ ഒഴിവാക്കരുത്. അത് നല്ലതായിട്ട് പഠിക്കുക. വേറെ എക്സാമ്പിൾസും സാമ്പിൾ പേപ്പേഴ്സൊക്കെ നോക്കി കമൻറ്റിൽ നിങ്ങൾ പറയാം നിങ്ങളുടെ എവിടെ വരെയായി നിങ്ങളുടെ റിവിഷൻസും സ്റ്റാർട്ടൊക്കെ ചെയ്യുമെന്ന് പറയാം. ആൻഡ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ എക്സാംസൊക്കെ എങ്ങനെ പോയിട്ടുണ്ടെന്ന് പറയാം. ആക്ച്വലി എൻ്റെ ജസ്റ്റിൻ്റെ എക്സാം വാസ് ഓക്കെ, പക്ഷേ എൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ സൂപ്പറായിട്ട് പോയി. പക്ഷേ MCQസിൽ കുറച്ച് തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട്. ആൻഡ് ഐ നോ you guys will be also having, ബിക്കോസ് എനിക്കറിയില്ല എല്ലാ സെറ്റിൻ്റെ MCQs ഭയങ്കര ഹാർഡായിരുന്നു എന്ന് പറഞ്ഞു. ആൻഡ് എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഹാർഡായിരുന്നു. ആൻഡ് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിലും കുറച്ച് കുഴപ്പങ്ങളുണ്ടായിരുന്നു. ബാക്കിയെല്ലാം കുഴപ്പമില്ലായിരുന്നു. SSTനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഈ ഒരു വീഡിയോ ഞാൻ 28th ഇടാമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ എഡിറ്റിങ്ങും വോയിസ് ഓവറൊക്കെ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇന്നിട്ടു. സോറി. ആക്ച്വലി 2-3 ദിവസമായി ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. ആൻഡ് സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സ്ട്രാറ്റജീസും പ്ലാൻസൊക്കെ എന്താണെന്ന് പറയാം. അപ്പോൾ എനിക്ക് മനസ്സിലാവുമല്ലോ. സോ അതൊക്കെ ഉള്ളൂ. ആൻഡ് ആഫ്റ്റർ ഞാനിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പ്ലാൻസ് കാണിച്ചു തരുന്നതായിരിക്കും. സോ ദിസ് ഈസ് മൈ പ്ലാൻസ് ഫോർ മൈ എക്സാംസ്. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ റൊട്ടീൻ പോലെ ചെയ്യുന്നത്. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഡു സബ്സ്ക്രൈബ്. ബൈ.